നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്റർ, ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഹെഡേക്കിനെ പറ്റിയാണ്, തലവേദന. ഇപ്പോൾ എല്ലാ ആളുകൾക്കും തലവേദനയുണ്ട്. തലവേദനയില്ലാത്ത ആളുകൾ ആരും തന്നെ ഇല്ല. ഇപ്പോൾ അതിന് ഒരുപാട് റീസൺസാണ്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് സൂര്യപ്രകാശം അല്ലെങ്കിൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വെതറിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇപ്പോൾ തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, 12 മണി തൊട്ട് 3 മണി വരെ വെയിൽ കൊള്ളരുത്. കാരണം സൺസ്ട്രോക്ക്, അതായത് സൂര്യപ്രകാശം വന്നിട്ട് നമ്മുടെ ശരീരമൊക്കെ പൊള്ളിയിളവും. അങ്ങനെ സൂര്യപ്രകാശം കൊണ്ട് കഴിഞ്ഞിട്ട് തലവേദന വരാം. അത് പിന്നെ ആ സൂര്യപ്രകാശത്തിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ആ തലവേദനയ്ക്ക് റിലീഫ് വരാം. പിന്നെ അടുത്തത് വരുന്നത്, നമുക്ക് ഈ BP കൂടുതലായി കഴിഞ്ഞാലും തലവേദന വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജലദോഷം, അതുപോലെ ടെമ്പറേച്ചറിൻ്റെ ആരംഭം, ഇതൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് തലവേദന വരാം. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തലവേദന വരാം. ഉദാഹരണം, ഈ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ നമുക്ക് അനീമിയ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുറവുണ്ടെങ്കിൽ തന്നെയും ഹെഡേക്ക് ഉണ്ടാകും. അതിന് പറയുന്നത് അനീമിയ ഹെഡേക്ക് എന്നാണ്. അപ്പോൾ നമുക്ക് തലവേദനയ്ക്ക് ഒരുപാട് റീസൺസാണ്. ഇപ്പോൾ ഏതെങ്കിലും ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിലും നമുക്ക് തലവേദന വരാം. ഇപ്പോൾ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടെങ്കിലും തലവേദന വരാം. എല്ലാത്തിനും നമുക്ക് തലവേദന വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവാം. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. അങ്ങനെ തലവേദനയ്ക്ക് ധാരാളം ഉണ്ടായത്. തലവേദന ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മളത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പാടില്ല. അത് ചില ആളുകൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ തലവേദന അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ ജലദോഷം എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ക്രോസിൻ വാങ്ങിക്കും. ഈ ക്രോസിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാരാസെറ്റമോളാണ്. അതെല്ലാവർക്കും അറിയാവുന്നവരായതുകൊണ്ടാണ്. കാരണം ഈ പാരാസെറ്റമോൾ ഉള്ള ടാബ്ലറ്റ്സ് ധാരാളം നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. വളരെ ചീപ്പുമാണ്, അതേസമയം മോസ്റ്റ് ഡേഞ്ചറസുമാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ പാരാസെറ്റമോൾ കഴിച്ചാൽ തന്നെയും തലവേദന ഉണ്ടാകും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരാസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യുന്നതാണ് ലിവറിന്. ലിവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാകും. നമ്മുടെ ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ മലയാളത്തിൽ അതിന് പിത്തസഞ്ചി എന്ന് പറയും. അതിനുണ്ടെങ്കിലും തലവേദന ഉണ്ടാകും. പിന്നെ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, ഡോക്ടർമാർക്കും എല്ലാ ആൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക്. അതായത് തലവേദന വന്നിട്ട് അവർക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള തലവേദന വന്ന ആളുകൾ കിടന്നു കഴിഞ്ഞാൽ അവസാനം വൊമിറ്റ് ചെയ്ത് മാത്രമല്ല, അവർക്ക് ഈ ലൈറ്റ് കാണാൻ പാടില്ല, സൗണ്ട് കേൾക്കാൻ പാടില്ല, കതക് അടച്ച് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിൻ്റെ റീസൺസ് ഒരുപാടാണ്. എങ്കിൽ തന്നെ അതിൻ്റെ പ്രധാന റീസൺ, ഡോക്ടർമാർക്ക് വരെയും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രധാനമായിട്ട് ലിവറിനും അല്ലെങ്കിൽ പിത്തസഞ്ചിക്ക്, ഗാൾ ബ്ലാഡറിനും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ തലവേദന ഉണ്ടാകും. പിന്നെ അൺനോൺ റീസൺ ധാരാളമുണ്ട്. ഇപ്പോൾ ബ്രെയിൻ ഡിസീസ് ഉണ്ടെങ്കിലും വരും. ഇനി നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് പോകാം. അപ്പോൾ പല സ്ഥലത്തും മലയാളത്തിൽ തന്നെയും ചെന്നികുത്ത് എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കത് സ്ഥിരമായിട്ട് ഇതുണ്ടാകുന്നവരുണ്ട്, ഈ മൈഗ്രെയിൻ ഹെഡേക്ക്. അതിന് ഡോക്ടർമാർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, നേരത്തെ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇതിൻ്റെ റീസൺസ് ഇതുവരെയും ആളുകൾക്ക് ധാരാളം ഡോക്ടർമാർക്ക് പോലും അറിയില്ല. അതേസമയം ഈ ചൈനീസ് മെത്തേഡ് ഉള്ള ഡയഗ്നോസ് ഉണ്ട്. അതിന് ചൈനീസ് ഡയഗ്നോസിസ് ആൻഡ് അക്യുപഞ്ചർ എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. അപ്പോൾ ആ സിദ്ധാന്തപ്രകാരം പറയുന്നത്, ഇറിറ്റേഷൻ ഓഫ് ദ ഗാൾ ബ്ലാഡർ ഈസ് ദ മെയിൻ പ്രോബ്ലം ഫോർ ദി മൈഗ്രെയിൻ ഹെഡേക്ക്. അപ്പോൾ അതിന് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഞാൻ പല വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ളത്, മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ, നാച്ചുറോപ്പതിക് മെഡിസിൻ, അങ്ങനെ എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഞാൻ ആധികാരികമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും പ്രാക്ടീസ് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ അത് അവസാനം ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്, ഇറിറ്റേഷൻ ഓഫ് ദ ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ പിത്തസഞ്ചിക്കുള്ളതും പിന്നെ ലിവറിനുള്ളതും. അപ്പോൾ നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കാരണങ്ങൾ നോക്കി നമുക്ക് കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഗാൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അതിന് മെഡിക്കേഷൻ ധാരാളമുണ്ട്. അതിന് മോഡേൺ മെഡിസിനിലുണ്ട്, ഹോമിയോപ്പതിക് മെഡിസിനിലുണ്ട്, ആയുർവേദത്തിൽ, എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. പക്ഷേ അതറിയാവുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വരണം. പിന്നെ ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം
ആളുകൾക്ക് ഇല്ലാത്ത സോക്കേടുകളൊന്നുമില്ല. ഇപ്പോൾ തലവേദനയുണ്ട്, ലങ് ഇൻഫെക്ഷനുണ്ട്, ബ്രെയിൻ പ്രോബ്ലം ഉണ്ട്, പിന്നെ മൈൻഡ് പ്രോബ്ലം ഉണ്ട്, എന്ന് പറഞ്ഞാൽ സൈക്കോട്രിക് പ്രോബ്ലം, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് വൈറസ് വളരെ ഭയാനകമായിട്ടുള്ളതും അതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോംബ് ഒരിക്കൽ വീഴുന്നതിന് തുല്യമാണ്. നമ്മുടെ സിസ്റ്റത്തിന്, എല്ലാ സിസ്റ്റത്തിനും അത് ഡിസോർഡറാക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് എന്നെ ഒരു 7 മണിക്ക് ശേഷം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം, ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ഇതെല്ലാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ. കാരണം ഇപ്പോൾ നമ്മളൊരു ബൈപ്പാസ് സർജറിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 lakhs to 5 lakhs, അതായത് പിന്നെ 3 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെയാവും. അത് ഡിപ്പെൻസ് ഓഫ് ഹോസ്പിറ്റൽ. അപ്പോൾ അതിൻ്റെ 4-1 അല്ലെങ്കിൽ അതിലും കുറച്ചായിട്ട് നമുക്ക് പല രീതിയിലും നമുക്ക് ഈ ഹാർട്ട് ഡിസീസിനെ അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അത് 2 രീതിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒന്ന് ലേസർ തെറാപ്പി എന്ന് പറയും. അത് വളരെ അഡ്വാൻസ്ഡ് ആണ്, അത് അഡ്വാൻസ് കൺട്രിയിലാണ്. പക്ഷേ നമ്മുടെ സെൻറ്ററിൽ ലേസർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കിലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ടു ക്യാൻസറിന് വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകിട്ടൊരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.